ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ ഉറുമ്പിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിതിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കിടിലൻ ടിപ്പുകളാണ് ഞാനിതിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലും ബെഡ്റൂമുകളിലും ഒക്കെ ഇതുപോലെ ഉറുമ്പുകളുടെ ശല്യം നിരന്തരമായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ കിച്ചണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഉറുമ്പുകളുടെ ശല്യം പൂർണ്ണമായിട്ടും നമുക്കിതിലൂടെ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ആ ഒരു വെള്ളം നമുക്ക് തുണിയിൽ തുടച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും കറുകപ്പട്ട പൊടിച്ചതും ചേർത്തിട്ട് അതും നമുക്കിതുപോലെ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും സ്പ്രേ ചെയ്ത് നമുക്കൊന്ന് തുടച്ചെടുക്കുന്നതും ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകളാണ് ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണിലൊക്കെ നമുക്ക് ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കാം. അല്ലെങ്കിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മണ്ണെണ്ണ ഇപ്പം കിട്ടാനില്ല. അതുപോലെ തന്നെ ബെഡ്റൂമുകളിലും ബെഡിലും അലമാരയിൽ വെക്കുന്ന തുണിയിലൊക്കെയാണ് ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം അനുഭവപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ. അപ്പോൾ ഈ പൗഡർ നമുക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താലും മതി. അപ്പോൾ ഈ പൗഡറിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇതുപോലെ നിരന്തരം ഉറുമ്പിൻ്റെ ശല്യം അനുഭവപ്പെടുന്നവർക്ക് ഇതുപോലെയൊക്കെയുള്ള എളുപ്പ വഴികൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.